ഹായ് സുഹൃത്തുക്കളെ, അൽബാൻസ് അണി ഈ വർഷത്തെ തേൻ സീസണൊക്കെ അവസാനിച്ചു. ഹണി ചേമ്പറുകളൊക്കെ എടുത്ത് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കുറച്ച് എടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കുക. വെള്ളം നല്ലോണം കലക്കിയിട്ട് അടകളൊക്കെ അതിൻ്റെ മെഴുകൊക്കെ കളഞ്ഞിട്ട് ആ റീപ്പുകളൊക്കെ ചെത്തി ലെവലാക്കിയിട്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മുക്കിയിട്ട് വെയിലുള്ള സമയത്ത് വേണം ചെയ്യാൻ. മുക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒരു ചാക്കിലിട്ടിട്ട് എടുത്ത് വെച്ചാൽ അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് സെറ്റാക്കാം. അണുക്കൾ ഉണ്ടാവില്ല, ബാക്ടീരിയ ഉണ്ടാവില്ല, ഫംഗസ് ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വർഷം ഒന്ന് തുടച്ചിട്ട് നേരെ അണിച്ചാമ്പർക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിന്ന് ഇതായിരുന്നു പരിപാടി. ഫുള്ള് സെറ്റാക്കി അടകളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ അണിച്ചാമ്പർ അതിൻ്റെ പലകയും അടിപ്പലകയും ഒക്കെ ഒന്ന് ലെവലാക്കി. ഇന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസമായതുകൊണ്ടൊക്കെ ഉണക്കി എടുത്തു വെക്കാനുള്ള പരിപാടികളാണ്. തേൻ ഈ വർഷം അത്യാവശ്യം തേൻ കിട്ടിയൊരു സീസണാണ്. തേൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച സമയത്ത് വീണ്ടും തേൻ കിട്ടിയൊരു സീസണാണ്. മലബാർ ഏരിയയിലൊക്കെ കുറി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തേൻ സീസണാണ്. തേൻ ശുദ്ധമായ തേൻ വിൽപ്പനക്കുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക. ഡെലിവറി സൗകര്യമുണ്ട്. വീട്ടിലെത്തിച്ചേരും പോസ്റ്റൽ വഴി. താല്പര്യമുള്ള ആൾക്കാരൊക്കെ കോൾ ചെയ്താൽ മതി. അതുപോലെ തേനീച്ച കോളനി വിൽപ്പനക്കുണ്ട്. പെട്ടിയുണ്ട്, കാലി പെട്ടി വേണ്ടവർക്ക് അതുണ്ട്. ചെറുതേനീച്ച കോളനി ഉണ്ട്, എല്ലാ സ്റ്റാൻഡുണ്ട്, പെട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അങ്ങനെ ഞാൻ എല്ലാ ഇതും ഈ പൊട്ടാസ്യത്തിലിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണങ്ങിയിട്ട് നല്ലൊരു ബ്ലാസ്റ്റിങ്ങിൻ്റെ ചാക്കിൽ കെട്ടി ഭാഗത്ത് വെച്ചിട്ട് അടുത്ത മാർച്ച് ഏപ്രിലാകുമ്പോൾ ഒക്കെ എടുത്തിട്ട് സെറ്റാക്കിയാൽ മതി. അണിച്ചാമ്പർ വെക്കുന്ന സമയമാകുമ്പോൾ. ഇപ്പം ഇനി അണിച്ചാമ്പറിൻ്റെ ആവശ്യമില്ല. മഴയായി തണുത്തു. കൂടൊക്കെ ഒറ്റ ബ്രൂഡ് ചാമ്പർ മാത്രം മതിയല്ലോ, ഒറ്റ കൂട് മതി. അതിൽ സെറ്റായി നിന്നോളൂ. അപ്പോൾ ടെമ്പറേച്ചറും കറക്റ്റാവും. മേലൊക്കെ വെച്ചാൽ അവർക്ക് കൂടുതൽ ചൂട് നിലനിർത്തണമെങ്കിൽ കുറേ പ്രയാസമാണ്. അങ്ങനെ കൂടുകളൊക്കെ അണിച്ചാമ്പർ ഒക്കെ ഒന്ന് മുക്കി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ്. ഇത് നമ്മളെ കന്നാസാണ്. തേൻ എടുത്ത് വെച്ചിൻ്റെ കന്നാസിൻ്റെ അടപ്പാണ്. ഇതിലൊക്കെ തേൻ്റെ അംശം ഉണ്ടായിട്ട് തേനീച്ചകൾ വന്നിട്ട് പൊതിയാണ്. അപ്പോൾ അവർക്ക് തേനൊക്കെ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. തേന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ തേനും കുറച്ചൊക്കെ വെച്ചിട്ട് ബാക്കി എടുക്കുക. അങ്ങനെ ഒരു എല്ലാ തേനും ഊറ്റിയെടുത്താൽ നമ്മൾ എടുത്ത തേനിന് കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ മൂടിമല്ല തേന് വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊരു ഉപകാരം അങ്ങോട്ടും അതുപോലെ ചെയ്തു കൊടുക്കണം. ഇതിപ്പോൾ ആ കൂടൊക്കെ എടുത്ത് അതിൻ്റെ അടമ്മലും പലകമ്മലൊക്കെ ഉള്ള ഈച്ചകളാണ്. അപ്പോൾ അവർ പിന്നെ തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ കൂട്ടിൽ തന്നെ പോയിക്കോളും. അപ്പോൾ പെട്ടെന്നില്ല ഷോക്കിലിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ റാണിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ തിരിച്ച് കൂട്ടിൽ തന്നെ പോയിക്കോളും. ഒക്കെ അടുത്ത് തന്നെയാണ് കൂട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നൊന്ന് സെറ്റാക്കിയതാണ്. തേൻ്റെ പലക അടയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. ഇനി ശുദ്ധമായ തേനുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.